കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഉപയോഗിക്കൂ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ആയുസ് കൂടും. നമ്മുടെ ശരീരത്തിൽ ഹൃദയം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ഫോണുകളിൽ ബാറ്ററികൾ. ബാറ്ററി നശിച്ചാൽ പിന്നെ ഫോണുകൾ പ്രവർത്തനരഹിതമാണ്. ആയതിനാൽ തന്നെ നല്ല രീതിയിലുള്ള പരിചരണം തന്നെ ബാറ്ററികൾക്ക് ആവശ്യമാണ്. മികച്ച രീതിയിൽ ബാറ്ററി കൈകാര്യം ചെയ്താൽ വളരെ കാലം നമുക്ക് ഒരു ഫോൺ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഫോണിൻ്റെ മുഴുവൻ പ്രവർത്തനവും ആ ഫോണിലെ ബാറ്ററിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരിക്കൽ കേടുപാട് സംഭവിച്ചാൽ പിന്നെ ബാറ്ററികളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ആയതിനാൽ ബാറ്ററികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെ ഒരു ഫോണിലെ ബാറ്ററിയെ മികച്ച രീതിയിൽ പരിചരിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫോൺ ഒരിക്കലും ഫുൾ ചാർജ് ചെയ്യാതിരിക്കുക എന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിൽ ആദ്യമായി പറയാനുള്ളത്. ബാറ്ററിയുടെ ആരോഗ്യത്തിനായി നമ്മൾ സ്വീകരിക്കേണ്ട ആദ്യ നടപടിയും ഇതുതന്നെയാണ്. ദീർഘനേരം സ്മാർട്ട് ഫോൺ പൂർണ്ണമായി ചാർജ് ചെയ്യുന്നത് ബാറ്ററിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. ഫോണുകൾ 80% വരെ ചാർജ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പല വിദഗ്ധരും നൽകുന്ന ഉപദേശം. അസ്യൂസ് പോലുള്ള കമ്പനികളുടെ ചില ഫോണുകളിൽ ബാറ്ററി 80% ആകുമ്പോൾ ചാർജിംഗ് സ്വയമേ നിർത്താനുള്ള ഓപ്ഷനും ഉണ്ട്. ഫോൺ അമിതമായി ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ദോഷമാണ് തീരെ ചാർജ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയും. ഒരിക്കലും നമ്മുടെ ഫോണിലെ ചാർജ് 20% താഴെ പോകാൻ അനുവദിക്കരുത്. ഒരു മിനിമം ചാർജ് ഫോണിൽ എപ്പോഴും സൂക്ഷിക്കുക. ബാറ്ററികളെ സംരക്ഷിക്കുന്നതിനുള്ള മറ്റൊരു കാര്യമാണ് അനുയോജ്യമായ മികച്ച ചാർജറുകൾ ഉപയോഗിക്കുക എന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനിയുടെ ചാർജർ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും സാധാരണ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഫാസ്റ്റ് ചാർജർ കൊണ്ട് ഒരിക്കലും ചാർജ് ചെയ്യരുത്. ഇതിന് അനുയോജ്യമായ സാധാരണ ചാർജർ തന്നെ ഉപയോഗിച്ച് വേണം ചാർജ് ചെയ്യാൻ. ഇല്ലാത്ത പക്ഷം ഇത് ഫോണിൻ്റെ ബാറ്ററിയെ കാര്യമായി ബാധിച്ചേക്കാം. ഫോൺ അമിതമായി ചൂടാകാതെ സൂക്ഷിക്കുന്നതും ബാറ്ററി ലൈഫ് ദീർഘിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. നിങ്ങൾ ദീർഘനേരം ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് എങ്കിൽ ഫോൺ ചൂടാകുന്ന അവസ്ഥയിൽ ഫോണിനെ പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുക. ഫോണിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രം വീണ്ടും പ്രവർത്തിപ്പിക്കുക. ബാറ്ററിയുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൃത്യമായ സമയത്ത് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നടത്തുക എന്നത്. ഏറ്റവും പുതിയ ഫേംവെയർ ഉപയോഗിച്ചാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമുണ്ട്. അല്ലാത്ത പക്ഷം ബാറ്ററി അമിതമായി ജോലി ചെയ്യേണ്ടതുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടത്തുന്ന സമയം ഫോണിൽ ആവശ്യത്തിന് ചാർജും ഉണ്ടായിരിക്കണം. ബാറ്ററിയുടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ദീർഘിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതുമൂലം സാധാരണ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിലും കൂടുതൽ കാലം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാകുന്നു എന്ന വാർത്തകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത്തരം അപകടങ്ങളും ഇതിലൂടെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ഫോണിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് ബാറ്ററിക്കുള്ളിൽ കേടുപാടുകൾ ഉണ്ടാക്കും. ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് മൂലം ബാറ്ററി തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയം ഫോൺ നിങ്ങളുടെ പോക്കറ്റിലോ കയ്യിലോ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കാര്യമായ പരിക്കുകൾ പറ്റിയേക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.